കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം നിന്നെ അറിയാൻ തഴുകാൻ തണലായി അണയാൻ നിൻ കണ്ണിൽ എന്നെ കാണാൻ നിൻ ചിരിയിൽ മയങ്ങാൻ ചിറകായി ഉയരാൻ നിൻ മിഴിനീർ ഒന്നു മായ്ക്കാൻ എന്തേ കഴിയുന്നില്ല എന്തേ ആരും ഇന്നില്ല തഴുകാൻ ഒന്ന് കരുതാൻ എന്തേ ആരും ഇന്നില്ല അമ്മേ നിന്നെ ഞാനിന്നോർക്കുന്നു നിൻ സാമീപ്യം ഞാനിന്നോർക്കുന്നു ആ മൊഴിമുത്തുകൾ മനസ്സിൽ ചേർക്കുന്നു ഈ മിഴി നിലവിന്നറിയാതേകുന്നു നിന്നെ അറിയാൻ തഴുകാൻ തണലായി അണയാൻ നിൻ കണ്ണിൽ എന്നെ കാണാൻ നിന്നലിവിൽ അലിയാൻ അലിവായി അണയാൻ നീ പകരും പുണ്യം പുൽകാൻ നിൻ വഴിയെ വരുവാൻ വീഴാതണയാൻ നിൻ കരമായി കനിയാൻ കനിവായി ഈ മരുവിൽ മരത്തണലൊരുക്കാൻ ഈ തണലിൽ തനയനായേകാൻ ഈ മുറിവിൽ മരുന്നായി മാറാൻ ഈ മനസ്സിൽ മഴവില്ലണിയാൻ മഴവില്ലിൻ നിറമതിലിന്നലിയാൻ Walk with a special grace, make this a better place. Be kind and create a new space. Let us smile at another face, light
എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് അരുളി ചെയ്ത കർത്താവായ യേശുവിൻ്റെ സ്നേഹവും സമാധാനവും കാരുണ്യവും നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 35-36 തിരുവചനങ്ങളിൽ ഈശോ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുവിൻ. പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ലൂക്ക 6:36 ഈശോ തുടർന്ന് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പിതാവിൻ്റെ കാരുണ്യം യേശുവിലൂടെ വെളിപ്പെട്ടതാണ് അവിടുത്തെ ക്ഷമിക്കുന്ന സ്നേഹം. ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ നിർദ്ദയനായ ഒരു ഭൃത്യൻ്റെ ഉപമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപമ പറയുന്നുണ്ട്. മത്തായി 18-ാമത്തെ അധ്യായത്തിൽ അവിടെ യജമാനൻ്റെ കാൽക്കൽ വീണ് തൻ്റെ കടം ഇളവ് ചെയ്ത് തരണം എന്നപേക്ഷിക്കുന്ന ഒരു കാര്യസ്ഥനെ ആദ്യം നാം കാണും. യജമാനൻ മനസ്സലിഞ്ഞ് ഈ കാര്യസ്ഥൻ്റെ കടമെല്ലാം ഇളച്ചു കൊടുത്തു. 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ആ കാര്യസ്ഥൻ്റെ കടമെല്ലാം ഇളച്ചു കൊടുത്ത് യജമാനൻ അവനെ സ്വതന്ത്രനായി വിട്ടു. അവൻ യജമാനൻ്റെ പക്കൽ നിന്ന് മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടെത്തി. അവന് 100 ദനാറ ഈ കാര്യസ്ഥനിൽ നിന്ന് കടമായി വാങ്ങിയിരുന്നു. കാര്യസ്ഥൻ ഈ സഹസേവകനെ കണ്ട ഉടനെ പറഞ്ഞു, എനിക്ക് തരുവാനുള്ള പണം നീ തന്ന് വീട്ടിക്കൊള്ളുക. ഈ സഹസേവകനും ഈ കാര്യസ്ഥൻ തൻ്റെ യജമാനൻ്റെ പക്കൽ ചെയ്തതുപോലെ കാര്യസ്ഥൻ്റെ പക്കൽ കാൽക്കൽ വീണ് അവനും നിലവിളിച്ച് അപേക്ഷിക്കുന്നുണ്ട്, എനിക്ക് സാവകാശം തരണം, എന്നോട് കരുണ കാണിക്കണം, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ ആ കാര്യസ്ഥൻ അവൻ ചെയ്ത പ്രവൃത്തിയെ ഈശോ വളരെ വ്യക്തതയോടെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തി തരികയാണ്. തനിക്ക് ലഭിച്ച കരുണ, തന്നോട് ദൈവം കാണിച്ച, യജമാനൻ കാണിച്ച ക്ഷമ അവൻ തൻ്റെ സഹസേവകനോട് കാണിച്ചില്ല. പ്രഭാഷകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങളുടെ ഈശോ കർത്താവായ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രതികാരം ചെയ്യരുത്, അത് ദൈവകോപത്തിന് വിട്ടുകൊടുത്തേക്കുക. നിങ്ങളോട് തെറ്റ് ചെയ്യുന്ന ഏതൊരുവരോടും ക്ഷമിക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ദൈവം ഈ ഉപമയിലൂടെ നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പഠിപ്പിക്കാനും ശ്രമിക്കുന്നത് കാര്യവും ഇതുതന്നെയാണ്. പ്രതികാരം ചെയ്യരുത്, ക്ഷമിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ ക്ഷമയാണ് കരുണയായി വെളിപ്പെടുന്നത് എന്ന് ഈ ഉപമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. ഈ സഹസേവകനെ പിടിച്ച് കാര്യസ്ഥൻ ജയിലിലടച്ചു. അവൻ്റെ കൂട്ടുസേവകർ ഈ വിവരം അവരുടെ യജമാനെ അറിയിച്ചു. യജമാനൻ ഈ വിവരം അറിഞ്ഞ് കോപിച്ച് ആ കാര്യസ്ഥനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഈശോ പറയുകയാണ്, അവൻ ആ കാര്യസ്ഥനെ ജയിലിലടച്ചു. തൻ്റെ കടം മുഴുവൻ വീട്ടുവോളം അവൻ ജയിലിൽ കിടക്കാനായിട്ട് അവന് കാവൽ നിർത്തി. ആ യജമാൻ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ കടം മുഴുവൻ ഇളച്ചു തന്നതല്ലേ? നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? തുടർന്ന് ഈശോ പറയുകയാണ്, നിങ്ങൾ സഹോദരനോട്
ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. പിതാവിൻ്റെ ക്ഷമയാണ് കരുണയായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. അവിടുന്ന് ക്രിസ്തുവിലൂടെ സകലത്തെയും തന്നോട് അനുരഞ്ജിപ്പിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഇത് തന്നെയാണ്. യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപം മുഴുവൻ ഏറ്റെടുത്ത് പിതാവിൻ്റെ കരുണ നമ്മിലേക്ക് ചൊരിയുവാൻ ഒരു കാരണമായി തീർന്നു. പിതാവിൻ്റെ കരുണ ഈശോയിലൂടെയാണ്, പിതാവിൻ്റെ ക്ഷമ കരുണയ ഈശോയിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്ന് ഈശോ പഠിപ്പിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് 8-ാമത്തെ അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: കർത്താവ് നമ്മോട് ക്ഷമിക്കുമ്പോഴും കരുണ കാണിക്കുമ്പോഴും അവിടുന്ന് ഒരുവൻ തന്നെയാണ്. ക്ഷമിക്കുന്നവനോട് ക്ഷമയും കരുണയും, കോപവും വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുന്നവരോട് കാഠിന്യവും അവിടുന്ന് കാണിക്കുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ കരുണ കാണിക്കേണ്ട അനവധി സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല. ഒരുപക്ഷെ ജീവിത പങ്കാളിയോട് കാരുണ്യം കാണിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം, മക്കളോട് കാരുണ്യം കാണിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം, മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം, അയൽവാസികളോട് കാരുണ്യം കാണിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. നമ്മളിത് പലപ്പോഴും മറന്നു പോവുകയാണ്. തിരുവചനങ്ങൾ ധ്യാനിക്കാനും ജീവിക്കാനും വേണ്ടി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ഈ വചനം അനുസരിക്കണം, പാലിക്കണം എന്ന് മോശയോട് ദൈവം ആവശ്യപ്പെട്ടു. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും നീ അനുസരിക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ പ്രവാചകനിലൂടെ മോശയുടെ വീണ്ടും ദൈവം പറയുകയാണ്, ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകൾ ചട്ടങ്ങൾ അണുവിട വ്യതിചലിക്കാതെ നീ പാലിക്കണം. നീ വലത്തോട്ട് തിരിയുമ്പോഴും ഇടത്തോട്ട് തിരിയുമ്പോഴും ഈ വചനം നിന്റെ കൺമുൻപിലുണ്ടായിരിക്കണം. നിന്റെ വാതിൽപ്പടികളിൽ, കട്ടിളക്കാലുകളിൽ, നിന്റെ നെറ്റിത്തടത്തിൽ ഈ വചനം നീ എഴുതി വയ്ക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കേണ്ട ഒരുവനാണ്. ഈ കരുണയുടെ വർഷത്തിൽ കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എവിടെയൊക്കെ കരുണ കാണിക്കുന്നതിൽ എനിക്ക് വീഴ്ച പറ്റി എന്ന് ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. കരുണ കാണിക്കുന്നവനോട് കാരുണ്യം കാട്ടപ്പെടും എന്ന് തിരുവചനം പറയുന്നുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, കരുണയുടെ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് ഈ നാളുകളിൽ വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ സഭ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ അടുത്ത നാളുകളിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: നിരാലംബരോടും ബലഹീനരോടും അവശത അനുഭവിക്കുന്നവരോടും ആത്മാവിലും ശരീരത്തിലും താതാത്മ്യപ്പെടുന്നവരായിത്തീരുക ക്രൈസ്തവർ. ഇത് കരുണയുടെ ഒരു പ്രവൃത്തിയാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ചു. ഈശോയും അത് തന്നെയാണ് ചെയ്തത് എന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. അവിടുന്ന് സ്വർഗം വിട്ട് തൻ്റെ ദൈവികത്വം വെടിഞ്ഞ്, മഹത്വം വെടിഞ്ഞ് ദാസരിൽ ഒരുവനായി ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടവനാണ്. കരുണയുടെ പ്രവൃത്തി ചെയ്തവനാണ് ഈശോ. അവിടുത്തെ ശിഷ്യരും അവിടുത്തെ മക്കളും ഇതേ കരുണയുടെ പ്രവൃത്തി ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനാൽ പ്രിയമുള്ളവരെ, കരുണ കാണിക്കുന്നവരായി നമുക്ക് മാറാം. കർത്താവിൻ്റെ കാരുണ്യം
നമ്മിലൂടെ വെളിപ്പെടട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുസ്ലിം സഹോദരൻ വന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൽ നിന്ന് പഠിക്കേണ്ടവരും ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടവരുമാണ്. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികളിൽ ക്രിസ്തുവിനെ കാണാൻ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പറ്റുന്നില്ല. ഈ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഒരു അമ്പുപോലെ തറഞ്ഞു കയറി. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് ജീവിക്കേണ്ടവരാണ്. ആദിമസഭയിൽ അപ്പസ്തോലനെ പൗലോസിനെ കണ്ടവർ ക്രിസ്തുവിനെ കണ്ടു. അപ്പസ്തോലനെ പത്രോസിനെ കണ്ടവർ ക്രിസ്തുവിനെ കണ്ടു. അപ്പസ്തോലനെ തോമസിനെ കണ്ടവർ ക്രിസ്തുവിനെ കണ്ടു. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന എന്നെയും നിന്നെയും കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ അന്ധനായ ബർത്തിമേയുസിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഇതേ മനുഷ്യനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 10-ാമത്തെ അധ്യായം 46 മുതൽ ഉള്ള തിരുവചനങ്ങളിൽ. അവിടെ ഈ ജെറീക്കോയുടെ തെരുവീതിയിൽ ഇരുന്ന അന്ധനായ ബർത്തിമേയുസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നാം വായിക്കുന്നു. യേശുവേ, ദാവീദിൻ്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ. ഈ മനുഷ്യൻ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ കരുണ തൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുവാൻ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതായി കാണാം. ആരൊക്കെ ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിൽ കരുണ വർഷിക്കപ്പെട്ടിട്ടുണ്ട്. കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട CJ വർക്കിയച്ചനും അതുപോലെ തന്നെ അഗസ്റ്റിൻ തുരുത്തിമറ്റച്ചനും ജോർജ് കളത്തിലച്ചനും ഒക്കെ ചേർന്ന് കോഴിക്കോട് ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഏതാനും ചില അൽമായ സഹോദരങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കാപ്പിൽ ജോസേട്ടനും തൊമ്മച്ചായനും. അവരിലൂടെയാണ് കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അന്ന് പരിശുദ്ധാത്മാവ് കേരള സഭയിൽ വെളിപ്പെടുത്തി തന്നത്. അനേക മനുഷ്യർ ആ പ്രാർത്ഥന ചൊല്ലി അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന്, അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ ഇടയായിട്ടുണ്ട്. എൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ കരുണയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന ചൊല്ലി അനേക തടസ്സങ്ങൾ, അസ്വസ്ഥതകൾ മാറിയ അനുഭവം എനിക്ക് പറയാനുണ്ട്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ കഠിനമായ സാമ്പത്തിക ഞെരുക്കവും ദാരിദ്ര്യവും അനുഭവപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് 34 വർഷം മുൻപായിരിക്കും ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് കളത്തിലച്ചൻ വഴി ലഭിക്കാനിടയായി. അന്ന് ഞാനും എൻ്റെ സഹോദരങ്ങളും എൻ്റെ മാതാപിതാക്കളും ചേർന്ന് സാഷ്ടാംഗം പ്രണമിച്ച് ഈ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിൽ ചൊല്ലി. അന്ന് ഞങ്ങൾക്ക് സ്വന്തമായി ഭവനമില്ല, വാടകയ്ക്ക് താമസിക്കുകയാണ്. ഈ പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനം നൽകി. എറണാകുളം ജില്ലയിൽ മരട് എന്ന് പറയുന്ന സ്ഥലത്ത്. ആ പ്രാർത്ഥന വീണ്ടും ഞങ്ങൾ ഫലപ്രാപ്തി ഉണ്ട് എന്ന് കണ്ടപ്പോൾ വീണ്ടും ഞങ്ങൾ തുടർന്നുള്ള ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ 4 സഹോദരിമാരുടെയും വിവാഹം യാതൊരു സാമ്പത്തിക ബാധ്യതയുമില്ലാതെ നടത്തുവാൻ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ, എൻ്റെ മറ്റ് സഹോദരങ്ങളെ അനുഗ്രഹിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നു, കരുണയ്ക്ക് വേണ്ടി എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അത്ഭുതകരമായി ദൈവം ജീവിതത്തിൽ ഇടപെട്ട ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാൻ പറ്റും. പ്രിയമുള്ളവരെ, ബർത്തിമേയുസ് എന്ന അന്ധയാചകൻ വഴിയരികിലിരുന്ന് ദാവീദിൻ്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ നിലവിളി കേട്ട്
അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുത്തിയവനാണ് നമ്മുടെ കർത്താവ്. കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ആരുടെയും പ്രാർത്ഥനയ്ക്ക് സ്വർഗം നിശ്ചയമായിട്ടും ഉത്തരം നൽകും. ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അവൻ്റെ നിലവിളിക്ക് സ്വർഗം ഉത്തരം നൽകി. അവനോട് ദൈവം കരുണ കാണിച്ചു. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന സകല വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ലോകം മുഴുവനിലും കരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ഈ വർഷത്തിൽ പ്രത്യേകമായി വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ വെളിപ്പെടുത്തിയ കരുണയുടെ ജപമാല ധാരാളമായി ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ കരുണ ലോകം മുഴുവനിലും വർഷിക്കപ്പെടണം. കർത്താവ് കരുണയുള്ളവനാണെന്ന് സകലരും അറിയണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കൃപയാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കൃപയാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. യേശുവേ, ഞാനിനി എന്നും നിന്റേതു മാത്രം. ആരാധന
ആത്മാക്കളെ നിന്നാത്മാവാൽ നയിക്കണമേ. ആത്മാക്കളെ നേടുവാൻ നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം. നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം. യേശുവേ നീ എന്നും എന്റേതു മാത്രം. ആബാ പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റുഹായാം ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന. ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ നാമത്തിൽ